കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് LDF-ൽ നിന്ന് ബിനോയ് കുര്യനാണ്. പെർലശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ബിനോയ് കുര്യൻ രണ്ടാം തവണയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം 18 ഡിവിഷനുകളിലാണ് LDF-നുള്ളത്. അതുപോലെ തന്നെ 7 UDF-ന്റെ പ്രതിനിധികളുള്ളത്. UDF-ഉം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ബിനോയ് കുര്യൻ ഏകദേശം വിജയം ഉറപ്പിച്ച സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 LDF-ന് മേൽക്കൈയുണ്ട്, 2 UDF-ന് മേൽക്കൈ. ഒരു സ്ഥലത്ത്, അതായത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 2 പേർക്കും തുല്യ നിരയാണുള്ളത്, 7-7 എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സ്ഥാനാർത്ഥിയെ ചെയർമാനെ, ബ്ലോക്ക് പഞ്ചായത്ത് ചെയർമാനെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകതയായുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്ഥലത്താണ് ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നത്. അത് മുണ്ടേരി ഗ്രാമപഞ്ചായത്താണ്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വീട് ഉൾപ്പെടുന്ന പഞ്ചായത്ത്. ഇവിടെ ഇരുകക്ഷികൾക്കും, അതായത് LDF-നും UDF-നും 11-11 എന്നുള്ളതാണ് നിലവിലെ കക്ഷി നില. അതുകൊണ്ട് തന്നെ അവിടെയും നറുക്കെടുപ്പ് വേണ്ടിവരും. ഏതായാലും ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ മുണ്ടേരിയുമാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൗഫൽ. ബിജീഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, 3ഇടങ്ങളിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചിലയിടങ്ങളിലൊക്കെ അട്ടിമറിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വോട്ടുകൾ മാർച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അസാധുവാക്കാനുള്ള സാധ്യതയുണ്ട്, വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലും നേരത്തെ പ്രതീക്ഷിച്ച ആളുകളായിരിക്കില്ല പ്രസിഡന്റായി വരിക എന്നുള്ള കാര്യവും